നമ്മളിൽ പലർക്കും ഒരു ദിവസം ഇൻസ്റ്റഗ്രാം തുറക്കാതെ കടന്നു പോകാറില്ല. കുറച്ച് സമയം കിട്ടിയാൽ ആദ്യം തുറക്കുന്നത് റീൽസ് ആണ്. മിനിറ്റുകൾക്കായി തുടങ്ങിയ സ്ക്രോളിംഗ് പലപ്പോഴും മണിക്കൂറുകളിലായി മാറും. എന്നാൽ ദിവസവും ഉപയോഗിക്കുന്ന ഈ ആപ്പിന്റെ പിന്നിലെ കഥ എത്ര പേർക്കറിയാം? ഇന്ന് മെറ്റയുടെ ഏറ്റവും വിലപിടിപ്പുള്ള പ്ലാറ്റ്ഫോമുകളിലൊന്നായി ഇൻസ്റ്റഗ്രാം ജനിച്ചത് ഒരു വലിയ വിജയത്തിൽ നിന്നല്ല, മറിച്ച് പരാജയപ്പെട്ട ഒരു സ്റ്റാർട്ടപ്പിന്റെ ചാരത്തിൽ നിന്നാണ്. ലോകത്തിലെ ഏറ്റവും വിജയകരമായ ബിസിനസ് തിരിച്ചുവരവുകളിലൊന്നായ ഇൻസ്റ്റഗ്രാമിന്റെ കഥ കേൾക്കാം. കഥ തുടങ്ങുന്നത് 2010-ലാണ്. സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ നിന്ന് പഠിച്ചിറങ്ങിയ കെവിൻ സിസ്ട്രോം എന്ന യുവാവിന് സാങ്കേതിക വിദ്യയോടും ഫോട്ടോഗ്രാഫിയോടും ഒരുപോലെ പ്രിയമായിരുന്നു. സ്വയം കോഡിംഗ് പഠിച്ച അദ്ദേഹം ഒരു മൊബൈൽ ആപ്പ് വികസിപ്പിച്ചു. ബോബൺ വിസ്കിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ആ ആപ്പിന് അദ്ദേഹം ബോബൺ എന്ന് പേരിട്ടത്. ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആപ്പായിരുന്നു ബോബൺ. ലൊക്കേഷൻ ചെക്ക് ഇൻ ചെയ്യാം, സുഹൃത്തുക്കളുമായി വിവരങ്ങൾ പങ്കിടാം, ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യാം, അങ്ങനെ നിരവധി ഫീച്ചറുകൾ അതിലുണ്ടായിരുന്നു. ആശയം കേട്ട് സിലിക്കൺ വാലിയിലെ നിക്ഷേപകരും ആവേശത്തിലായി. ഏകദേശം $5 ലക്ഷം പ്രാരംഭ നിക്ഷേപവും കെവിന് ലഭിച്ചു. ആ പണം ഉപയോഗിച്ച് സുഹൃത്തായ മൈക്ക് റീഗറെയും കൂട്ടി അദ്ദേഹം ആപ്പ് പുറത്തിറക്കി. പക്ഷേ പ്രതീക്ഷിച്ചതൊന്നും സംഭവിച്ചില്ല. ഫീച്ചറുകൾ കൂടുതലായതോടെ സാധാരണ ഉപയോക്താക്കൾക്ക് ആപ്പ് ഉപയോഗിക്കാൻ പ്രയാസമായി. മികച്ച ആശയവും ഫണ്ടും ഉണ്ടായിട്ടും ബോബൺ ശ്രദ്ധ നേടാതെ പരാജയത്തിലേക്ക് നീങ്ങി. എന്നാൽ ആ പരാജയത്തിനിടയിൽ കെവിൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. ആളുകൾ ആപ്പിലെ എല്ലാ ഫീച്ചറുകളും ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഒരു ഫീച്ചർ മാത്രം അവർക്ക് ഇഷ്ടമായിരുന്നു: ഫോട്ടോ പങ്കുവെക്കൽ. ഈ കണ്ടെത്തലാണ് എല്ലാം മാറ്റിമറിച്ചത്. കെവിന്റെ അന്നത്തെ പങ്കാളിയായ നിക്കോൾ ഷൂട്ട്സുമായുള്ള ചർച്ചകൾക്കും ശേഷം അദ്ദേഹം വലിയൊരു തീരുമാനമെടുത്തു. ബോബണിലുണ്ടായിരുന്ന മറ്റ് ഫീച്ചറുകളെല്ലാം ഒഴിവാക്കി ഫോട്ടോ ഷെയറിംഗിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചു. ആപ്പ് പൂർണ്ണമായി പുനർരൂപകൽപ്പന ചെയ്തു. പുതിയ പേര് നൽകി: ഇൻസ്റ്റഗ്രാം. 2010 ഒക്ടോബറിൽ ഇൻസ്റ്റഗ്രാം പുറത്തിറങ്ങി. പ്രതികരണം അവിശ്വസനീയമായിരുന്നു. ആദ്യ ദിവസം തന്നെ ഏകദേശം 25,000 പേർ ആപ്പ് ഡൗൺലോഡ് ചെയ്തു. ഉപയോക്താക്കളുടെ തിരക്ക് കാരണം സെർവറുകൾ പോലും സമ്മർദ്ദത്തിലായി. 2 വർഷത്തിനുള്ളിൽ ഇൻസ്റ്റഗ്രാമിന്റെ ഉപയോക്താക്കളുടെ എണ്ണം 3 കോടി കടന്നു. ഈ അതിവേഗ വളർച്ച ഫേസ്ബുക്കിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. അന്ന് സോഷ്യൽ മീഡിയയിലെ രാജാവായിരുന്ന ഫേസ്ബുക്ക് കമ്പ്യൂട്ടറുകളിൽ ശക്തമായിരുന്നുവെങ്കിലും ലോകം അതിവേഗം സ്മാർട്ട് ഫോണുകളിലേക്ക് മാറുകയായിരുന്നു. ഫോട്ടോ പങ്കുവയ്ക്കാൻ യുവാക്കൾ കൂടുതൽ തിരഞ്ഞെടുത്തത് ഇൻസ്റ്റഗ്രാമിനെയായിരുന്നു. ഇൻസ്റ്റഗ്രാം സ്വതന്ത്രമായി വളർന്നാൽ അതൊരു ദിവസം ഫേസ്ബുക്കിന്റെ ഏറ്റവും വലിയ എതിരാളികളാകുമെന്ന് മാർക്ക് സക്കർബർഗ് തിരിച്ചറിഞ്ഞു. മത്സരിക്കാൻ കാത്തു നിൽക്കുന്നതിന് പകരം ആ സാധ്യതയെ സ്വന്തമാക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. അങ്ങനെ 2012 ഏപ്രിലിൽ ഇൻസ്റ്റഗ്രാം ആരംഭിച്ച് ഏകദേശം 18 മാസങ്ങൾക്കുള്ളിൽ ഫേസ്ബുക്ക് $1 ബില്യൺ ഇൻസ്റ്റഗ്രാം ഏറ്റെടുത്തു. അന്നത്തെ കണക്കിൽ ലോകത്തെ ഏറ്റവും വലിയ ടെക് ഏറ്റെടുക്കലുകളിൽ ഒന്നായിരുന്നു അത്. ആ സമയത്ത് ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടായിരുന്നത് വെറും 13 ജീവനക്കാർ മാത്രമായിരുന്നു. കാര്യമായ വരുമാനവും കമ്പനിക്കുണ്ടായിരുന്നില്ല. എന്നിട്ടും ഫേസ്ബുക്ക് ആ വില നൽകാൻ തയ്യാറായത് അവർ വാങ്ങിയത് ഒരു ആപ്പ് മാത്രമല്ല, മൊബൈൽ സോഷ്യൽ മീഡിയയുടെ ഒരു ഭാവിയായിരുന്നു എന്നതിനാലാണ്. എന്നാൽ ഏറ്റെടുക്കലിന് ശേഷവും വെല്ലുവിളികൾ അവസാനിച്ചില്ല. 2020-ൽ ടിക്ടോക്ക് ലോകമെമ്പാടും വൻ തരംഗം സൃഷ്ടിച്ചു. ചെറിയ വീഡിയോകളായിരുന്നു ഡിജിറ്റൽ ലോകത്തെ പുതിയ ട്രെൻഡ്. യുവാക്കളിൽ വലിയൊരു വിഭാഗം ടിക്ടോക്കിലേക്ക് മാറി തുടങ്ങി. ഇൻസ്റ്റഗ്രാമിന്റെ വളർച്ച പോലും ചോദ്യം ചെയ്യപ്പെട്ടു. പക്ഷേ ഇത്തവണയും കമ്പനി അതിവേഗം മാറാൻ തയ്യാറായി. ടിക്ടോക്കിന്റെ വിജയത്തിൽ നിന്ന് പാഠം പഠിച്ച് മെറ്റ 2020-ൽ ഇൻസ്റ്റഗ്രാം റീൽസ് അവതരിപ്പിച്ചു. തുടക്കത്തിൽ വിമർശനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് റീൽസ് പ്ലാറ്റ്ഫോമിന്റെ വളർച്ചയ്ക്ക് പുതിയ ഊർജ്ജമായി. ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് റീൽസ് കാണാനാണ്. ഇന്ന് ഇൻസ്റ്റഗ്രാം വെറും ഫോട്ടോ ഷെയറിംഗ് ആപ്പല്ല, കോടിക്കണക്കിന് ബിസിനസ്സുകൾക്കും ക്രിയേറ്റർമാർക്കും ബ്രാൻഡുകൾക്കും ഉപജീവന മാർഗമാണ്. പരസ്യങ്ങൾ, ബിസിനസ് അക്കൗണ്ടുകൾ, ക്രിയേറ്റർ എക്കണോമി, ഷോപ്പിംഗ് ഫീച്ചറുകൾ എന്നിവയിലൂടെ മെറ്റയ്ക്ക് ഓരോ വർഷവും ശതകോടിക്കണക്കിന് ഡോളറിന്റെ വരുമാനം ഇൻസ്റ്റഗ്രാം സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ ഈ വിജയത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം ഉപയോക്താക്കളുടെ എണ്ണമോ ബില്യൺ ഡോളർ മൂല്യമോ അല്ല. ഒരു പരാജയപ്പെട്ട ആശയത്തിൽ പിടിച്ചു നിൽക്കാതെ ആളുകൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കി അതിലേക്ക് പൂർണ്ണമായി മാറാൻ അവർ തയ്യാറായി എന്നതാണ്. ബോബൺ എല്ലാം ചെയ്യാൻ ശ്രമിച്ചു, അതുകൊണ്ട് അത് പരാജയപ്പെട്ടു. ഇൻസ്റ്റഗ്രാം ഒരു കാര്യം മാത്രം ചെയ്തു: ഫോട്ടോകൾ മനോഹരമായി പങ്കുവയ്ക്കാൻ സഹായിച്ചു. പിന്നീട് കാലത്തിനനുസരിച്ച് സ്റ്റോറീസും റീൽസും പോലുള്ള പുതുമകൾ അവതരിപ്പിച്ച് വീണ്ടും വീണ്ടും സ്വയം മാറ്റിക്കൊണ്ടിരുന്നു. ഇതാണ് ഇൻസ്റ്റഗ്രാം ലോകത്തിന് നൽകുന്ന ഏറ്റവും വലിയ ബിസിനസ് പാഠം. പലപ്പോഴും വിജയിക്കുന്നത് കൂടുതൽ ഫീച്ചറുകളുള്ള ഉൽപ്പന്നമല്ല, ഒരു പ്രശ്നം മറ്റാരെക്കാളും മികച്ച രീതിയിൽ പരിഹരിക്കുന്ന ഉൽപ്പന്നമാണ്. ഒരിക്കൽ വെറും 13 ജീവനക്കാരുമായി പ്രവർത്തിച്ചിരുന്ന ആ ചെറിയ സ്റ്റാർട്ടപ്പാണ് ഇന്ന് ലോകമെമ്പാടും കോടിക്കണക്കിന് ആളുകളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിരിക്കുന്നത്. ചിലപ്പോൾ ചരിത്രം എഴുതപ്പെടുന്നത് വലിയ ഓഫീസുകളിലോ വമ്പൻ നിക്ഷേപങ്ങളിലോ അല്ല, ഒരു ചെറിയ ആശയം തിരിച്ചറിയാനും ആവശ്യമെങ്കിൽ അതിനെ പൂർണ്ണമായും മാറ്റാനും കാണിക്കുന്ന ധൈര്യത്തിലാണ്. അതായിരുന്നു ഇൻസ്റ്റഗ്രാമിന്റെ വിജയം. ഒരു ആപ്പിന്റെ കഥയല്ല, ലോകത്തെ മാറ്റിമറിച്ച ഒരു ആശയത്തിന്റെ കഥ. ഇൻസ്റ്റഗ്രാമിന്റെ കഥ എങ്ങനെയുണ്ട്?
കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.